ചങ്കളെ ഇന്ന് നമ്മൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്ത കറിവേപ്പില ഉപയോഗിക്കാത്ത ആരും ഉണ്ടാവില്ല. കറിവേപ്പില നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പം സ്ഥലം കുറഞ്ഞ ആളുകൾക്ക് അതായത് മണ്ണിൽ കൃഷി ചെയ്യാത്ത ആളുകൾക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടാവും. അതായത് കുറഞ്ഞ സ്ഥലമുള്ള അവർക്ക് ഗ്രോ ബാഗിൽ കറിവേപ്പില കൃഷി ചെയ്യാം. അപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ കറിവേപ്പിലിൻ്റെ ചോട്ട് വന്നപ്പം കറിവേപ്പിലിൻ്റെ ഇലമളും ഇതിൻ്റെ തണ്ടുമലൊക്കെ നീലിമുട്ട എന്താ സംഭവം അറിയാം? അറിയാത്തവർക്ക് പറഞ്ഞുതരാം. മഞ്ഞ കളറിൽ ചെറിയ മുട്ടകൾ ഇങ്ങനെ അടുത്തടുത്തടുത്ത് ഉണ്ടാവും. അപ്പം ചോണനെറുമ്പ് വരുന്നുണ്ടെങ്കിൽ നീലിമുട്ട ഉണ്ടാവും എന്ന് ഉറപ്പിക്കുക. ചോണനെറുമ്പ് ഇതുമ്പോൾ ഇങ്ങനെ കയറിപ്പോവും. അത് നീലിമുട്ടനെ തിന്നാനാണ്. പക്ഷെ നീലിമുട്ട തിന്നാൽ വീണ്ടും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ നീലിമുട്ടനെ നശിപ്പിക്കാൻ ഒരു വഴി വേറെ കണ്ടില്ല, ഒരുപാട് പ്രയോഗിച്ചു. അപ്പം നമ്മൾ ഇപ്പം തുടർന്ന് ചെയ്യണ മരുന്നെന്താ വെച്ചാൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് നമ്മൾ വന്നത്. അത് എന്താണ് സംഗതി പറഞ്ഞുതരാം. നീലിമുട്ടൻ ഒഴിവാക്കാൻ, പുഴുശല്യം ഒഴിവാക്കാനൊക്കെ കറിവേപ്പിലിൻ്റെ സാധനം ഒഴിവാക്കണം. ഞാൻ ചെയ്യുന്ന സിസ്റ്റം നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. 1 ലിറ്ററിൻ്റെ ഇതിൻ്റെ 1 ലിറ്റർ വെള്ളം എടുക്കുക. ആ 1 ലിറ്റർ വെള്ളത്തേക്ക് ഇങ്ങനത്തെ സ്പൂണിൽ, സാധാ ചെറിയ സ്പൂണിൽ കറക്റ്റ് അളവിൽ 1 സ്പൂണ് കാരം, അപ്പക്കാരം ഉപയോഗിച്ചിട്ട് ഇത് കിട്ടുക. പിന്നെ വേപ്പെണ്ണ ഉണ്ടല്ലേ, വേപ്പെണ്ണ അതേ അളവിൽ 1 സ്പൂൺ എടുക്കുക, ഇതിലേക്ക് ഒഴിക്കുക. ഇതാ ആപ്പിൾ വിനെഗർ എസൻസ് കിട്ടാത്തവർക്കുണ്ടെങ്കിൽ സാധാ സുർക്ക ആയാലും പറ്റും. അതിന് കോസ്റ്റ് കൂടുതലാണ്. സാധാ സുർക്ക ഉപയോഗിച്ചിട്ടാലും പറ്റും. 1 സ്പൂൺ ഇതിലേക്ക് ഒഴിക്കുക. ലിക്വിഡ് ലായനി, അതായത് നമ്മളെ സോപ്പ് ലായനി, അത് 1 സ്പൂൺ ഒഴിക്കുക 1 ലിറ്റർ വെള്ളത്തേക്ക്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മളിതിൻ്റെ തണ്ടിലും ഇതിൻ്റെ ഇലമലും എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം സംഭവിക്കുക എന്താ വെച്ചാൽ സ്പ്രേ ചെയ്താൽ പുഴുകൾ വരില്ല, നീലിമുട്ട വരില്ല, ചോൺ വരില്ല. അപ്പം നമ്മളെ കറിവേപ്പിലേക്ക് ഇത് തയ്ച്ചു കൊടുത്താൽ എന്താ വെച്ചാൽ പിന്നെ ഇത് കേട് വന്നിട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോണ പ്രശ്നങ്ങളോ ഒന്നും ഇതിൻ്റെ ഇലകൾക്കോ തണ്ടിനോ വരില്ല. കാരണം ഞാൻ പരീക്ഷിക്കുന്നതാണ്, ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ പ്രേക്ഷകർക്ക് ഇന്ന് നമ്മളെ കറിവേപ്പിലെ കുറിച്ച്, ഗ്രോ ബാഗ് കറിവേപ്പിലെ കുറിച്ച് പറയാൻ വന്നപ്പോഴാണ് ഈ സംഗതി കാണുന്നത്. അപ്പോൾ കൂട്ടത്തിൽ ഈ മരുന്നിൻ്റെ പ്രയോഗം കൂടി നമുക്ക് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ അതിനെക്കുറിച്ചാവുന്നത് ഇത് നാടൻ കറിവേപ്പില കേട്ടോ. നമ്മൾ ഹൈബ്രിഡ് സാധനങ്ങൾ കാണുന്ന നഴ്സറി പോയി വാങ്ങിയതൊന്നുമല്ല. നഴ്സറി പോയാൽ നിങ്ങൾക്കൊക്കെ കിട്ടും, ഹൈബ്രിഡ് സാധനങ്ങൾ കിട്ടും. അത് വെച്ച് ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യാൻ നല്ലോണം ഉണ്ടാവും. നല്ല വളപ്രയോഗം ചെയ്താൽ നല്ല ഉഷാറായിട്ട് വരും. ഇതിൻ്റെ താഴത്തുണ്ടല്ലേ കിടക്കൽ തന്നെ 2 തെഗ് പൊട്ടീന്. ഇതിൻ്റെ വേരുമെന്ന് പൊട്ടിയതാട്ടോ. നമ്മൾ കുഴിച്ചിട്ടൊന്നല്ല ചങ്കളെ, നമ്മൾ കുഴിച്ചിട്ടല്ല, ഇതിനെ വേരുമെന്നുണ്ടായതാണ്. അപ്പോൾ ഇതും പൊന്തിങ്ങോട്ട് വരും. പിന്നെ അത് കുറച്ച് കാടായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അതിന് ബ്രൂൺ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ ബ്രൂൺ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ തൂമ്പുകൾ കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള സിസ്റ്റമേ ഉള്ളൂ. അല്ല വേറെ സിസ്റ്റമൊന്നുമില്ല. ആളുകൾ ബ്രൂൺ ചെയ്യാതെ വലിയ സംഭവമാക്കി പറയാമെന്നില്ല. ഇതിൻ്റെ തൂമ്പിനെ കുറച്ച് മൂപ്പ് വന്നതിന് ശേഷം ഇത് കട്ട് ചെയ്ത് കൊടുത്ത് അതിങ്ങനെ റൗണ്ടിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിതിങ്ങനെ ഇലകളൊക്കെ നുള്ളിയെടുക്കാൻ വല്ലാത്ത സുഖമാണ്. പിന്നെ മാക്സിമം കൈവിരൽ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാതിരിക്കുക. അതിലൊക്കെ പല ഫംഗസും കാര്യമൊക്കെ നമുക്ക് ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഗ്രോ ബാഗുള്ള സാധനത്തിലുണ്ടോ മാക്സിമം കത്രിക ഉപയോഗിക്കുക. എന്താണെന്നറിയോ, മറ്റേ ഉണങ്ങിപ്പോയി കൈമലൊക്കെ സോപ്പോ വേറെ എന്തെങ്കിലും കുടുങ്ങി കഴിഞ്ഞാൽ ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതായത് കറിവേപ്പില ഉണങ്ങിപ്പോണേ. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിലെ കറിവേപ്പിലിനെ കുറിച്ച് പറയാനാണ് വന്നത്. എല്ലാവരും ഗ്രോ ബാഗിൽ കറിവേപ്പില കൃഷി ചെയ്യണം. നഴ്സറികളിൽ പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈബ്രിഡ് സാധനങ്ങളൊക്കെ കിട്ടും, ചെടികൾ. അത് കൊണ്ടുവന്നിട്ട് ഗ്രോ ബാഗിൽ കൃഷി ചെയ്തിട്ട് വളർത്തി എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. പിന്നെ ഇങ്ങനെ നീലിമുട്ട വന്നു കഴിഞ്ഞാൽ അതിനെ കളയാനുള്ള സിസ്റ്റം ഞാൻ പറഞ്ഞു, അതും പ്രയോഗിച്ച് നോക്കണം. നമ്മളെ വീഡിയോ പിന്നെ പറയാനുള്ളത്, നമ്മളെ വീഡിയോ ഫസ്റ്റാണ് എല്ലാവരും കാണുന്നതെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ഷെയർ ചെയ്യണം. വീണ്ടും നമ്മൾ നല്ല വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഓക്കെ, താങ്ക് യു.